നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ബീഹാറിൽ വൻ അടിപൊട്ടിയിരിക്കുകയാണ്. ചിരാഗ് പാസ്വാനെ NDAയിൽ നിന്നും മനസ്സില്ലാ മനസ്സോടെ നരേന്ദ്രമോദിക്ക് പുറത്താക്കേണ്ടി വരും. അതിന് കാരണമാകുന്നത് LJP ഇനി BJPയുടെ സഖ്യകക്ഷിയായി നിൽക്കാൻ സാധ്യത വളരെ കുറവായിരിക്കുന്നു. ചിരാഗ് പാസ്വാൻ വാസ്തവത്തിൽ നരേന്ദ്രമോദിയുടെ മനസ്സിൽ കടന്നുകൂടിയ ഒരു ക്യാരക്ടർ തന്നെയാണ്. എന്നാൽ പൊളിറ്റിക്കലി അത് ഇനി സാധ്യമാകാത്ത രീതിയിൽ നിതീഷ് കുമാർ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. നിതീഷ് കുമാറിൻ്റെ ഒരൊറ്റ ഡിമാൻഡ്, തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ അപകീർത്തിപ്പെടുത്തിയത് ചിരാഗ് പാസ്വാനാണ്. JDUവിന് ഏറ്റവും ദുർഘടം പിടിച്ച അവസ്ഥ സമ്മാനിച്ചത് ചിരാഗ് പാസ്വാൻ എന്ന ഒറ്റ ആളാണ്. ഒരു വിനാശകാരിയെ പോലെയായിരുന്നു ചിരാഗ് പാസ്വാൻ ഓടി നടന്ന് JDU നേതാക്കളെ പരസ്യമായി വെല്ലുവിളിച്ച് തോൽപ്പിച്ചത്. അതിന് മറുപടി കൊടുക്കേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു എന്ന തോന്നൽ. സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് ആദ്യപടി എന്ന രീതിയിൽ കടക്കുമ്പോൾ JDU പറഞ്ഞത് ഒരേ ഒരു അഭിപ്രായം മാത്രമാണ്. BJPക്ക് 90 സീറ്റിൽ കൂടുതൽ നൽകാൻ കഴിയില്ല. ഐക്യ ജനതാദളിന് കൃത്യമായും 150 സീറ്റുകൾ മത്സരിക്കാൻ വേണം. അതല്ല എങ്കിൽ സഖ്യം ഉപേക്ഷിച്ചോളൂ എന്ന രീതിയിലാണ്. കാരണം BJP അവിടെ ഒന്നാമനാകണ്ട എന്നുള്ള പരസ്യപ്പെടുത്തൽ തന്നെയാണ് നിതീഷ് കുമാർ നടത്തിയിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ ഇമ്പാക്റ്റ് എന്തുമാത്രമാണെന്ന് നിതീഷ് കുമാറിന് നന്നായി അറിയാം. BJPക്ക് അട്ടിമറി നടത്താൻ പ്രത്യേകിച്ച് ഒരു കാരണവും വേണ്ട. ഇലക്ഷൻ കമ്മീഷൻ വലിയ തോതിൽ പ്രതിപക്ഷത്തെ നിരാകരിക്കുന്ന കാഴ്ച നിതീഷ് കുമാർ ദിവസേന കാണുന്നത് കൊണ്ട് തന്നെ BJPയുടെ വിജയം എളുപ്പമാക്കാൻ പല കുതന്ത്രങ്ങളും അവർ മെനയും എന്ന് നിതീഷ് കുമാറിന് വളരെ വ്യക്തമായി തന്നെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് സഖ്യകക്ഷികളിൽ ചിരാഗ് പാസ്വാനെ ഉൾപ്പെടുത്തരുത് എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. വേണമെങ്കിൽ നിങ്ങളുടെ ചെലവിൽ ചിരാഗ് പാസ്വാനെ മുന്നോട്ട് പൊക്കിക്കൊണ്ടുവയ്ക്കോ, പക്ഷേ ഒരിക്കലും NDA മുന്നണിയുടെ ഭാഗമായി ഞങ്ങൾക്ക് അവകാശപ്പെട്ട സീറ്റിലേക്ക് കടന്നുകൂടാൻ ശ്രമിക്കുകയേ വേണ്ട. ലോക്സഭയിൽ സീറ്റ് കൊടുക്കുന്നത് അത് നേരത്തെയുള്ള ധാരണയുടെ പ്രകാരമാണെന്ന് പറയാം. എന്നാൽ നിയമസഭയിൽ അത് നടക്കില്ല. പടലപ്പിണക്കം അതിരൂക്ഷമായി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അനുനയ ചർച്ചയ്ക്ക് ചിരാഗ് പാസ്വാൻ നിതീഷിനെ കാണാൻ അപ്പോയിൻമെൻറ്റ് ചോദിച്ചെങ്കിൽ പോലും സമ്മതിച്ചില്ല. നിലവിൽ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയായ ചിരാഗ് പാസ്വാന് പോലും നിതീഷ് കുമാറിൻ്റെ 7 അയലത്ത് നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. ആരാണ് ഈ ചിരാഗ് പാസ്വാൻ എന്നാണ് നിതീഷ് കുമാർ ചോദിക്കുന്നത്. രാംവിലാസ് പാസ്വാൻ പോലും ജനകീയനൊന്നും അല്ലായിരുന്നല്ലോ, പിന്നെയാണോ ചിരാഗ് എന്ന് പരസ്യമായി ചിരാഗിനെ പറഞ്ഞു കളിയാക്കിയിരിക്കുകയാണ്. NDAയിൽ വെടിപൊട്ടിയിരിക്കുകയാണ്. കൃത്യമായി ഇത് ജനങ്ങളിലേക്ക് എത്തിച്ചാൽ അധികാരത്തിലേക്ക് കേവല ഭൂരിപക്ഷത്തോടെ വരാൻ കഴിയും എന്നതാണ് RJD ക്യാമ്പും കോൺഗ്രസും ഒരുപോലെ കണക്കൂട്ടുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിസ്സാര സീറ്റുകളുടെ പേരിലാണ് RJD കോൺഗ്രസ് സഖ്യം പ്രതിപക്ഷത്തേക്ക് ഇരിക്കേണ്ടി വന്നത്. എന്നാൽ മഹാഗഡ്ബന്ധൻ ഇത്തവണ അധികാരം പിടിക്കും എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അയൽ സംസ്ഥാനമായ ജാർഖണ്ഡിൽ വൻ മുന്നേറ്റമാണ് ഇന്ത്യ മുന്നണി നേതൃത്വം നടത്തിയത്. അതിനകത്ത് JMM കോൺഗ്രസ് RJD സഖ്യം മിന്നുന്ന മുന്നേറ്റം നടത്താൻ കഴിഞ്ഞതിൽ BJP ക്യാമ്പ് അസ്വസ്ഥരാണ്. അതിൻ്റെ അനുരണനം കൃത്യമായും ബീഹാർ പൊളിറ്റിക്സിലും ഉണ്ടാകും എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ നടത്തപ്പെടുന്നത്.